ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാത്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ അതിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ SSLCക്ക് വരാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ 5 തിയറംസ് അല്ലെങ്കിൽ 5 ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് സെൻട്രൽ ആംഗിൾ ആണ് അല്ലേ. എന്താണ് സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ? സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, നമുക്കറിയാം ഒരു സർക്കിളിന്റെ ടോട്ടൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഒരു സർക്കിളിന്റെ മൊത്തം സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ സർക്കിളിനെ ഇതേപോലെ ഒരു പാർട്സ് ആക്കി അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് ഒരു പാർട്സ് ആക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിന്റെ സെൻട്രൽ ആംഗിൾ, ആ ഭാഗത്തിന്റെ ആ ഒരു കഷ്ണത്തിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പാർട്ട് ഓഫ് സർക്കിൾ ഇൻറ്റു 360. ഇപ്പൊ ക്വസ്റ്റിൽ പറയും ഇതൊരു 1/4 പാർട്ടാന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? 1/4 ഇൻറ്റു 360 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. പിന്നെ അതിനുശേഷം ആംഗിൾ ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെ. ആംഗിൾ ഓൺ ദി ഓൾട്ടർനേറ്റ് ആർക്ക് വളരെ പ്രധാനപ്പെട്ട തിയറമാണ്. ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ആംഗിൾ ഓൺ ദി ഓൾട്ടർനേറ്റീവ് ആർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിവിടെ ഒരു ആർക്ക് ഇവിടെ ഒരു ആർക്ക് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാനാണ് അല്ലെ. നമ്മൾ ഈ ഒരു ആർക്ക് കൺസിഡർ ചെയ്തു. ഓക്കെ അല്ലെ. അപ്പൊ ഈ ആർക്കിനെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആർക്കിനെ ഓപ്പോസിറ്റ് ഉള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ആർക്കിനെ, റിമൈനിങ് ആർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എക്സ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതേ ആർക്ക് ഉണ്ടാക്കുന്ന സെയിം ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? x/2 ആയിരിക്കും. അതായത് സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ പകുതി ആയിരിക്കും ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് പഠിക്കുന്നത്. മൂന്നാമതായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറമാണ് ആംഗിൾ ഓൺ എ സെമി സർക്കിൾ അല്ലെ. ഒരു സെമി സർക്കിൾ അല്ലെങ്കിൽ ഒരു ഡയമീറ്ററിന്റെ രണ്ട് വശത്ത് നിന്നും നമ്മൾ വരക്കുന്ന, രണ്ട് എൻഡിൽ നിന്നും നമ്മൾ വരക്കുന്ന ലൈനുകൾ സർക്കിളിൽ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ആംഗിൾ ഓൺ എ സെമി സർക്കിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് ആംഗിൾ ഓൺ എ സെഗ്മെന്റ് അല്ലെ. എന്താ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോഡ് വരച്ചു. ഓക്കെ, സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോഡ് വരച്ചു എന്ന് വിചാരിക്കാം. ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ഈ കോഡ് ഈ സർക്കിളിന് എന്താക്കും? രണ്ട് പാർട്സ് ആയി. ഈ ഒരു പാർട്ടും ഉണ്ട്, ഈ ഒരു പാർട്ട് അല്ലെ. അങ്ങനെ രണ്ട് പാർട്സ് ആക്കിയിട്ട് ഈ സർക്കിളിന് എന്ത് ചെയ്യും? ഈ കോഡ് ഡിവൈഡ് ചെയ്യുന്നത് കാണാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് പാർട്ടിനെയാണ്, ഈ രണ്ട് ഭാഗങ്ങളെയാണ് സെഗ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഭാഗവും അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും. ഓക്കെ, ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെഗ്മെന്റ്, ഒരു സെഗ്മെന്റിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ കോഡ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന, ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിളും ഈ ആംഗിളും എല്ലാ ആംഗിളും എന്തായിരിക്കും? സെയിം ആണ്. എല്ലായിടത്തും കണ്ടല്ലേ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. എല്ലാ ആംഗിൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു കോഡ് ഈ അടിയത്തെ സെഗ്മെന്റ്, അതായത് മൈനർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളുകൾ എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ നാലാമതായിട്ട് പഠിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സൈക്ലിക് കോഡ്ലാറ്ററൽ ആണ്. എന്താ സൈക്ലിക് കോഡ്ലാറ്ററൽ എന്ന് പറഞ്ഞാൽ? ഒരു കോഡ്ലാറ്ററൽ അതിന്റെ വേർട്ടെക്സുകളെല്ലാം സർക്കിളിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു കോഡ്ലാറ്ററലിന്റെ വേർട്ടെക്സുകളെല്ലാം 4 വേർട്ടെക്സുകളും സർക്കിളിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഡ്ലാറ്ററലുകളെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് കോഡ്ലാറ്ററൽസ്. ഓക്കെ, അപ്പൊ സൈക്ലിക് കോഡ്ലാറ്ററലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി, അതായത് ഓപ്പോസിറ്റ് ആംഗിളുകൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ നമുക്ക് ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു വർഷത്തെ പ്രധാനപ്പെട്ട രീതിയിലുള്ള ചോദ്യമാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലെ. പല കുട്ടികളും പതറിപ്പോകുന്ന അല്ലെങ്കിൽ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഭാഗമായിരിക്കും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇൻ ദ ഫിഗർ AB ഇസ് ദ ഡയമീറ്റർ അല്ലെ. ചോദ്യത്തിൽ പറയുന്നത് AB എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ ആണ്. ഓക്കെ, ഇഫ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 40, ആംഗിൾ ബി 40 ആണെന്നുണ്ട്, ദെൻ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി ആണോ? ആംഗിൾ ബി എത്രയായിരിക്കും? ആംഗിൾ എ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും എന്നാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ, അതെങ്ങനെയായിരിക്കും പോസിബിൾ ആവുക? നമുക്കറിയാം, നമ്മൾ തേർഡ് തിയർ അല്ലെങ്കിൽ നമ്മൾ മൂന്നാമത്തെ തിയർ നമ്മൾ എന്താ പഠിച്ചത്? ഡയമീറ്റർ അല്ലെങ്കിൽ ആംഗിൾ ഓൺ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് ഡയമീറ്റർ അല്ലേ. ഡയമീറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആംഗിൾ ഉറപ്പായിട്ടും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ മുകളിൽ ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ 90 + 40 എന്ന് പറയുമ്പോൾ 130. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാ?
50 ഡിഗ്രി ആണെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താ? ദ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഇസ് എ റൈറ്റ് ആംഗിൾ അല്ലെ. സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും എന്താണ്? കറക്റ്റുമാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കൃത്യമായിട്ടുള്ള ഒരു റീസൺ ആണ്. അപ്പൊ നമുക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് ചെയ്താവുന്നത്? ബോത്ത് ഓപ്ഷൻ സി അല്ലെ. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ബിലോ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. ഇൻ ദ quadrilateral ABCD the sides AB and DC are parallel അല്ലെ. AB എന്ന് പറയുന്ന ഈ സൈഡും DC എന്ന് പറയുന്ന ഈ രണ്ട് സൈഡുകൾ എന്താ? പാരലൽ ആണ്. ഓക്കെ അല്ലെ. ആംഗിൾ എ നോട്ട് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല? ഈക്വൽ അല്ല. ഈക്വൽ ആണെന്നല്ല, ഈക്വൽ അല്ല എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ABCD is a cyclic quadrilateral. ABCD എന്താ? ഒരു സൈക്ലിക് quadrilateral ആണെന്ന്. ഓക്കെ ആണോ? ABCD ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആയിരിക്കും. ഇതെന്താ? ഇതെന്ത് ഫിഗർ? എന്ത് കോഡിലാറ്ററൽ ഇപ്പൊ തന്നിരിക്കുന്നത് അല്ലെ? ഈ ഒരു ഷേപ്പിലുള്ള കോഡിലാറ്ററലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്താ? ട്രപ്പീസിയം ആണ് അല്ലെ. ട്രപ്പീസിയം. എന്താ ട്രപ്പീസിയം? രണ്ട് തരത്തിലുള്ള ട്രപ്പീസിയംസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നോൺ ഐസോസ്ലെസും ഉണ്ട്, ഐസോസ്ലെസ് ട്രപ്പീസിയം ഉണ്ട്. ഐസോസ്ലെസ് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡുകൾ ഈക്വൽ ആയിട്ടുള്ള ട്രപ്പീസിയത്തിനെ വിളിക്കുന്ന പേരാണ് ഐസോസ്ലെസ് ട്രപ്പീസിയം അല്ലെ. ഇവിടെ തന്നിരിക്കുന്നത് ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല? ഈക്വൽ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇതെന്താ? നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയമാണ്. ഓക്കെ, അപ്പൊ ഒരിക്കലും ഒരു നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന് എന്താകാൻ പറ്റില്ല? സൈക്ലിക് കോഡിലാറ്ററൽ ആകാനായിട്ട് പറ്റില്ല. ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന് എന്താവാം? ട്രപ്പീസിയം സൈക്ലിക് കോഡിലാറ്ററൽ ആവാൻ പറ്റും. ഓക്കെ, പക്ഷെ നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയംസ് ഒരിക്കലും എന്താവില്ല? സൈക്ലിക് കോഡിലാറ്ററൽ ആകില്ല. ഓക്കെ, അപ്പൊ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് 1 എന്താ? ഫോൾസ് ആണ് അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2 എന്താ? നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം ആർ സൈക്ലിക് അല്ലെ, ആർ നോട്ട് സൈക്ലിക് അല്ലെ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം അല്ലെ. നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം എന്താവില്ല? സൈക്ലിക് ആവില്ല, സൈക്ലിക് കോഡിലാറ്ററൽ ആവില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഏതാ ഇതിൽ കൃത്യമായിട്ടുള്ള ആൻസർ ഏതാ? സ്റ്റേറ്റ്മെന്റ് 1 ഇസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ട്രൂ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിൽ എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് 1 സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടായി. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ഓപ്പോസിറ്റ് വെർട്ടിസസ് ഓഫ് എ കോഡിലാറ്ററൽ ഇസ് 180 ഡിഗ്രി. ഒരു സൈക്ലിക് കോഡിലാറ്ററൽ. ഓക്കെ, ഒരു സൈക്ലിക് കോഡിലാറ്ററലിന്റെ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. 4 വേർട്ടെക്സുകളും സർക്കിളിൽ മുട്ടുന്ന കോഡിലാറ്ററലിനെയാണ് നമ്മൾ നിന്ന് വിളിക്കുക സൈക്ലിക് കോഡിലാറ്ററൽ അല്ലെ. അപ്പോൾ ഒരു സൈക്ലിക് കോഡിലാറ്ററൽ എടുത്താൽ ഈ സൈക്ലിക് കോഡിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് വേർട്ടെക്സുകളുടെ സം അല്ലെ. ഓപ്പോസിറ്റ് വേർട്ടെക്സ് എന്ന് പറയുമ്പോൾ ഈ വേർട്ടെക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് അല്ലെ. ഇവരുടെ രണ്ടുപേരുടെയും സം എത്രയാ? 180 ഡിഗ്രി ആണെന്ന് പറയുന്നത് അല്ലെ. അതെന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ. സൈക്ലിക് കോഡിലാറ്ററലിലെ ഓപ്പോസിറ്റ് വേർട്ടെക്സുകളുടെ സം എത്ര? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ഡിഗ്രി ആണ്. ഇനി എന്താ? സ്റ്റേറ്റ്മെന്റ് 2 ഇൻ എ സൈക്ലിക് കോഡിലാറ്ററൽ ഔട്ടർ ആംഗിൾ അറ്റ് എ വേർട്ടെക്സ് ഇസ് ഈക്വൽ ടു ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വേർട്ടെക്സ്. ഒരു സൈക്ലിക് കോഡിലാറ്ററലിൽ ഔട്ടർ ആംഗിൾ, ഓക്കെ, ഒരു വേർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ, ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിളിനെ എക്സ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ. അപ്പൊ നമുക്കറിയാം എന്തായാലും ഇത് എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഓപ്പോസിറ്റുള്ള ആംഗിൾ 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ. ഓക്കെ, ഈ ഒരു ആംഗിൾ. ഓക്കെ, നമുക്ക് യെല്ലോയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ ആംഗിൾ ഇത് എത്രയായിരിക്കും? ഇതൊരു ലീനിയർ പെയറിൽ ഒരു ലൈനിന്റെ മുകളിൽ വേറെ ഒരു ലൈൻ വരുമ്പോൾ നമ്മൾ എന്താ വിളിക്കണം? ലീനിയർ പെയർ അല്ലെ. ലീനിയർ പെയറിന്റെ സംഭവം 180 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ, 180 മൈനസ് എക്സ് ആയിരിക്കും. അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതും ഒരു വേർട്ടെക്സിന്റെ ഔട്ടർ ആംഗിളും, ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ പുറത്തുള്ള ആംഗിളും ഇതിന് ഓപ്പോസിറ്റ് ഉള്ള വേർട്ടെക്സിലെ ഇന്നർ ആംഗിളും അല്ലെ, ഈ ആംഗിളും എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? ഇവിടെയും 180 മൈനസ് എക്സ് ആണ്, ഇവിടെയും 180 മൈനസ് എക്സ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടും എന്താണ്? കറക്റ്റ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ ആണ്. എന്തുകൊണ്ടാണ്? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയതുകൊണ്ടിട്ടാണ് പുറത്തുള്ള ആംഗിളും എന്തായിരിക്കുന്നത്? ഈക്വൽ ആയിരിക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഓക്കെ അല്ലേ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഇൻ ദ ഫിഗർ എ ബി ഇസ് ദ ഡയമീറ്റർ. ഓക്കെ, എ ബി എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ ആണ്. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇത് നമ്മൾ ചെയ്ത ചോദ്യമാണല്ലേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിക്കാം. ഇൻ ദ ഫിഗർ ഒ ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഒ എന്താണ്? സെന്റർ ഓഫ് ദി സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ട് പി ക്യു ഇസ് എ കോഡ്. പി ക്യു എന്ന് പറയുന്നത് ഒരു കോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. ആംഗിൾ പി ആർ ക്യു ഇസ് ഈക്വൽ ടു 50. പി ആർ ക്യു 50 ആണ്. അതേപോലെ തന്നെ ആംഗിൾ പി എസ് ക്യു ഇതും 50 ആണ്. ഓക്കെ,
ഇത് രണ്ടും 50 ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? കാര്യം എന്താ, ഇതൊരു ഒറ്റ സെഗ്മെന്റ് ആണ് അല്ലേ? ഒരു സെഗ്മെന്റിൽ ഉണ്ടാകുന്ന എല്ലാ ആംഗിളുകളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ 50, ഈ ആംഗിൾ 50, രണ്ടും എന്താണ്? അപ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന ആംഗിൾ ഇൻ സെമി സർക്കിൾ ഇസ് 90 ഡിഗ്രി അല്ലേ? ഒരു സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ സെമി സർക്കിളിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതും എന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവർ തമ്മിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തമ്മിൽ എന്തില്ല? യാതൊരു ബന്ധമില്ല. ഈ ഫിഗറിൽ എന്തില്ല? നമുക്ക് സെമി സർക്കിൾ എന്ന് പറയുന്ന സംഭവമേ വരുന്നില്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഏതാ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അല്ലെ? ഡി, ഓപ്ഷൻ ഡി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. ഇവിടെ എന്തല്ല? റീസൺ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതാണ്. അടുത്ത ചോദ്യം എന്താ? വാട്ട് ഈസ് ദ മെഷർ ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് 1/4 പാർട്ട് ഓഫ് എ സർക്കിൾ? ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ 1/4 പാർട്ട് അല്ലെ? 1/4 പാർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിയിൽ അല്ലെ? നമ്മൾ 2 ഡയമീറ്റർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ 1/4 പാർട്ടാണ്. ഇതൊരു 1/4 പാർട്ട് ഓഫ് സർക്കിളാണ്. ഇപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഈ സർക്കിളിന്റെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിന്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടുത്തെ സെൻട്രൽ ആംഗിൾ, ഈ ആംഗിൾ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു പാർട്ട് ഓഫ് സർക്കിൾ ഇൻറ്റു 360 അല്ലെ? പാർട്ട് ഓഫ് സർക്കിൾ ഇൻറ്റു 360. പാർട്ട് ഓഫ് സർക്കിൾ നമുക്കറിയാം എത്രയാണ്? 1/4 ആണ്. ഓക്കെ, അപ്പോൾ 1/4 ഇൻറ്റു 360 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1/4 ഇൻറ്റു 360 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 36 4ന്റെ ടേബിൾ 9 ടൈംസ് പോകും. ശരിയല്ലേ? 4 ഒരു പ്രാവശ്യം പോകും. അങ്ങനെയാണെങ്കിൽ 1/1 ഇൻറ്റു 90. ഓക്കെ, 1/1 ഇൻറ്റു 90 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ 1/4 പാർട്ടിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത ചോദ്യം, when the corner of a bent wire is placed at the center of a circle. ഓക്കെ, ഒരു വയർ ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെന്ററിൽ വെച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്ററിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, 1/6 ഓഫ് സർക്കിൾ വാസ് ഇൻക്ലൂഡഡ് വിത്ത് ഇറ്റ്. ഈ സർക്കിളിന്റെ അകത്ത് വന്നിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 1/6 ആണ്. ഈ സർക്കിളിന്റെ 6ൽ ഒരു ഭാഗമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആ ഒരു വയറിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇഫ് ദിസ് കോർണർ ഈസ് പ്ലേസ്ഡ് അറ്റ് സം പോയിന്റ് ഓൺ ദി സർക്കിൾ, ഈ വയർ നേരെ എവിടെ വെച്ചു? നമ്മൾ സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വെച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ വുഡ് ബി ഇൻക്ലൂഡഡ് വിത്ത് ഇറ്റ്? എത്ര ഭാഗം, സർക്കിളിൽ എത്ര ഭാഗമായിരിക്കും ഈ വയറിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്? ഓക്കെ അല്ലേ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്താ ഇവിടെ അറിയാവുന്നത്? ഇവിടെ എന്താ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ, ഈ ആർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന സെൻട്രൽ ആംഗിൾ എക്സ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും എന്നറിയാം? x/2 ആയിരിക്കും എന്നറിയാം അല്ലെ? അതിന്റെ പകുതി ആയിരിക്കും എന്നറിയാം. ഓക്കെ, അപ്പൊ അതേ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ഈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എങ്ങനെയാ? ഈ ഭാഗം 1/6 പാർട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ സാധനം നേരെ കൊണ്ടുപോയി നമ്മൾ സർക്കിളിലെ ഓൾട്ടർനേറ്റ് ആർക്കിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഈ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ എന്തായിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആർക്ക്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്തിന്റെ പകുതി ആയിരിക്കും ഈ മൊത്തം ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1/6ന്റെ പകുതി 1/6 ഡിവൈഡഡ് ബൈ 2. 1/6 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിലുള്ള 2 എന്ത് ചെയ്യും? മേളിലേക്ക് കയറി ഇൻറ്റു. അപ്പൊ 1/6 ഇൻറ്റു 2 അതായത് 1/12. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയാ? 1/12 പാർട്ടാണ്. 1/12 പാർട്ട് ഓഫ് ദി സർക്കിൾ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നത്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലാത്തത്? ഓക്കെ, റെക്റ്റാങ്കിൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചു കേട്ടോ. റെക്റ്റാങ്കിൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകുമോ ഇല്ലയോ? നമുക്കറിയാം റെക്റ്റാങ്കിൾ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടൂലേ? അപ്പോൾ റെക്റ്റാങ്കിൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. അപ്പോൾ സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് പ്ലസ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടും. അപ്പോൾ സ്ക്വയർ ഒരു എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഐസോസെലസ് ട്രപീസിയം എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, അപ്പോൾ ഐസോസെലസ് ട്രപീസിയം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇനി പാരലലോഗ്രാം എടുക്കണമെന്നുണ്ടെങ്കിൽ പാരലലോഗ്രാമിൽ എന്ത് സംഭവിക്കും? ഒരു പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതായത് ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരിക്കലും പാരലലോഗ്രാമിന് എന്താകാൻ പറ്റില്ല? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവാൻ പറ്റില്ല. കാര്യം ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 120 ആയിരിക്കും. 180 കിട്ടില്ല. അപ്പൊ അതെന്തല്ല?
സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ല. ഓക്കെ, ഇവിടുത്തെ ആൻസർ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൈക്ലിക് ക്വാഡ്രാറ്ററൽ. സൈക്ലിക് ക്വാഡ്രാറ്ററൽ ഇല്ലാത്ത ആരാ? പാരലലോഗ്രാം ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ചോദ്യം. ഇൻ ഈച്ച് ഓഫ് ദ ഫിഗേഴ്സ് ബിലോ 3 ആംഗിൾ മെഷർമെന്റ്സ് ആർ ഗിവൻ. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ ആംഗിൾ മെഷർമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഇനി വിച്ച് ഫിഗർ ഓൾ 3 ആംഗിൾസ് ആർ മാർക്ക്ഡ് വിത്ത് ദ കറക്റ്റ് മെഷർമെന്റ്. ഏതിലാണ് എല്ലാ മെഷർമെന്റും കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? ഓക്കെ, ഞാൻ ഓരോ ഫിഗർ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റത്തേൽ ഇവിടെ 100 ഡിഗ്രി. ഓക്കെ, സെൻട്രൽ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി. ഓക്കെ, സെൻട്രൽ ആംഗിൾ 100 ആണെങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്ന ആംഗിൾ എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും അല്ലേ? അപ്പൊ 100ന്റെ പകുതി 50. അത് കറക്റ്റാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെന്താ ഒരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ലേ? ഈ ഫോം ചെയ്തിരിക്കുന്ന ഒരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ലേ? അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 കിട്ടണ്ടേ? അപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇവിടെ എത്ര വരണം? 130 വരണം. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 80 ഡിഗ്രി. അപ്പൊ ഇതെന്താ? തെറ്റാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ഫിഗറിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ 110 ഡിഗ്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആർക്കിൽ അതിന്റെ പകുതി 55. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ ആണ്. അപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ കൂടി കൂട്ടുമ്പോൾ എത്ര വന്നും? 180 വരണം. ഓക്കെ, അപ്പൊ 55 + 70 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? 180 കിട്ടില്ല. അപ്പൊ ഈ ഫിഗറും തെറ്റാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഫിഗറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെയും സെൻട്രൽ ആംഗിൾ 110 ആണ്. അതിന്റെ പകുതി 55 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾ ഒന്ന് നോക്കുമ്പോൾ 125 ഡിഗ്രി ആണ്. 125 + 55 ചെയ്യുമ്പോൾ നമുക്കറിയാം എത്ര കിട്ടും? 180 കിട്ടുമല്ലോ? 180 കിട്ടും. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഫിഗർ എന്താ? കറക്റ്റ്. ആ 3 ആംഗിൾസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെയും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 140 ആണ് സെൻട്രൽ ആംഗിൾ. അതിന്റെ പകുതി ഓൾട്ടർനേറ്റ് ആർക്കിൽ 70 വന്നിട്ടുണ്ട്. ഇനി 70 + 100 ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 70 + 100 എന്ന് പറയുമ്പോൾ 170 ആകുന്നുള്ളൂ. അപ്പൊ അതും എന്താ? തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫിഗർ ദ ആംഗിൾസ് ആർ മാർക്ക്ഡ് കറക്റ്റ്ലി. താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് കൃത്യമായിട്ടുള്ള ആംഗിളുകൾ മാർക്ക് ചെയ്തിരിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. സെൻട്രൽ ആംഗിൾ 40. ഓക്കെ, സെൻട്രൽ ആംഗിളുകൾ 40 ആണെങ്കിൽ നമുക്കറിയാം ഞാനിവിടെ ഒരു കോഡും കൂടി വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇത് റേഡിയസ് ആണ്, ഇതും എന്താ? റേഡിയസ് ആണ് അല്ലെ? സെൻട്രൽ ആംഗിൾ 40 ആണെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ പകുതി അല്ലെ? 20 ഡിഗ്രി ആയിരിക്കും വരുന്നത്. ശരിയല്ലേ? ഇനി ഈ ആംഗിളും എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഈ രണ്ട് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇത് രണ്ടും റേഡിയസ് അല്ലേ? അപ്പൊ ഇതൊരു ഐസോസെലസ് ട്രയാംഗിൾ അല്ലേ? അപ്പൊ ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ? എത്ര വരും? ഓൾറെഡി 40 ഡിഗ്രി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐസോസെലസ് ട്രയാംഗിൾസിന്റെ ബാക്കി രണ്ട് ആംഗിൾസ് സെയിം ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 - 40 / 2 അല്ലെ? 180 - 40 എന്ന് പറയുമ്പോൾ 140 / 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 70 വരും. ശരിയല്ലേ? ഇവിടെയും 70 വരും, ഇവിടെയും 70 വരും. ഓക്കെ അല്ലേ? ഇനി 70 + 20 എന്ന് പറയുമ്പോൾ 90 ആയി. ഇവിടെ 70 + 30 എന്ന് പറയുമ്പോൾ എത്രയായി? 100 ആയി. ഇവിടെ 90, ഇവിടെ 100. ഓക്കെ അല്ലേ? അപ്പൊ തന്നെ എന്തായി പോയി? നമ്മൾ ഈ വലിയ ട്രയാംഗിൾ, ലാർജ് ട്രയാംഗിൾ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 70 + 20 90, 90യും 70 + 30 എന്ന് പറയുമ്പോൾ 100. അപ്പൊ തന്നെ എത്രയായി? 190 ആയി. ഓക്കെ, അപ്പൊ ഒരിക്കലും അങ്ങനെ എന്തല്ല പോസിബിൾ അല്ല. നമുക്കറിയാം ട്രയാംഗിളിൽ ഒരു ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 വരുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഫിഗറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. അപ്പോൾ മുകളിലെ ആംഗിൾ 25 ഡിഗ്രി. ശരിയല്ലേ? ഇനി നമ്മൾ ഈ ആംഗിളുകൾ കണ്ടുപിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വരും? നമ്മളെ 180 - 50 / 2 അല്ലെ? 180 - 50 എന്ന് പറയുമ്പോൾ 130/2. 130 എന്ന് പറയുമ്പോൾ 65 വരും. ശരിയല്ലേ? അപ്പൊ ഇവിടെയും 65 വരും, ഇവിടെയും 65 വരും. ഓക്കെ, ഇനി 65ഉം 20ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 65ഉം 20ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 85 അല്ലെ? ഇവിടെ 65ഉം 30ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 95 ആയി. ഓക്കെ, 95ഉം 85ഉം എന്ന് പറയുമ്പോൾ തന്നെ എത്രയായി? 180 കടന്നു അല്ലെ? 90 + 80 എന്ന് പറയുമ്പോൾ 170, 180 ആയി. ഓക്കെ, ഇനി ഈ 25 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയും 205 ആവും. അപ്പൊ അതെന്തല്ല പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, ഇനി അടുത്ത ഫിഗറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ആണ്. അപ്പൊ മുകളിൽ എത്ര വരും? 30 വരും. നമ്മൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് എത്ര വരും? ഇവിടെയും 60 വരും, ഇവിടെയും 60 വരും. ശരിയല്ലേ? ഐസോസെലസ് ട്രയാംഗിൾ ആണ്. അപ്പൊ 60 വരും. നമ്മൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 80, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 90. അപ്പൊ തന്നെ എത്രയായി? 180 ആയി. സോറി, 170 ആയി. ശരിയല്ലേ? 170 + 30 എന്ന് പറയുമ്പോൾ 200 ആയി. അപ്പൊ ഇതും എന്താ? തെറ്റായിട്ടുള്ള ഫിഗറാണ്. ഇനി നമ്മൾ ലാസ്റ്റത്തെ നോക്കണമെങ്കിൽ ഇത് 100 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്ര വരും? അതിന്റെ പകുതി 50 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇനി കോഡുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം എത്രയാ? 180 - 100 / 2
ഓക്കെ 180 മൈനസ് 100 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 80/2 അതായത് 40. ഇവിടെയും 40 വരും, ഈ ആംഗിളും 40 വരും, ശരിയല്ലേ? അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 60, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 70. 60ഉം 70 എത്രയായി? 60 70 130, 130 പ്ലസ് 50 എത്രയായി? 180. അപ്പൊ ഇതാണ് കറക്റ്റ് അല്ലേ? ഈ ട്രയാങ്കിളിൽ നോക്കുമ്പോഴാണ് നമുക്ക് 180 കറക്റ്റ് ആയിട്ട്. അപ്പൊ ഈ ഫിഗർ ബി ആണ് ഇവിടെ എന്തായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത് നമ്മൾ അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. തന്നിരിക്കുന്ന ഫിഗറിൽ സർക്കിളിന്റെ സെന്റർ എന്താ? O ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. O എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ് കേട്ടോ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ്? അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? വളരെ സിമ്പിൾ ആണ് അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? സെൻട്രൽ ആംഗിൾ 100. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഇതാണ്. ഓൾട്ടർനേറ്റ് ആർക്ക് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാ? 50 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് 50 ആണെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതെന്താ? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഈ 4 കാര്യങ്ങളും ഈ 4 സൈഡുകളും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഈ രണ്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സുകളും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇത് എത്രയാ? 130 വരണം, ശരിയല്ലേ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്താ? ഇൻ ദ ഫിഗർ ആംഗിൾ CBE 100 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ആംഗിൾ A പ്ലസ് D? ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ ഈ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഫിഗറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം CBE 100 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് എത്ര വരും? ലീനിയർ പെയർ അല്ലേ? ഇവിടെ 80 വരും, ശരിയല്ലേ? ഇവിടെ 80 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 100 വരും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ 200. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ 200 വരുമോ? ഓക്കെ, നമുക്കത് അവിടെ നിൽക്കണ്ടേ. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ആംഗിൾ ബി നോക്കി. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിയാൽ 80 വരും, ശരിയാണോ? അല്ല, കാര്യം ആംഗിൾ ഡി തന്നെ ഓൾറെഡി എത്ര ഉണ്ട്? 100 ഉണ്ട്. ഇനി ആംഗിൾ എയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? 100 കൂടുതലാണ് വരേണ്ടത്. അപ്പോൾ ഒരിക്കലും 80 ആകില്ല. ഓക്കെ, ഇനി 100. ഓപ്ഷൻ സി തന്നിരിക്കുന്നത് 100 അല്ലേ? അതും തെറ്റാണ്, കാരണം ആംഗിൾ ഡി തന്നെ 100 ഉണ്ട്. അപ്പൊ ആംഗിൾ എ എന്ന് പറയുമ്പോൾ 100 കൂടുതലായിരിക്കണം. ഇനി 290 വരാൻ പറ്റുമോ? ഇവിടെ ഓൾറെഡി 100 ആണെന്നുണ്ടെങ്കിൽ 290 വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരണം? 190 വരണം. അതും എന്തല്ല പോസിബിൾ അല്ല, കാരണം ഓപ്പോസിറ്റ് ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം എത്രയേ വരാൻ പാടുള്ളൂ? 180 വരാൻ പാടുള്ളൂ, ശരിയല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 190 വരുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അപ്പൊ ഓപ്ഷൻ ഡിയും എന്താ? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും ഒക്കെ തെറ്റാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഓപ്ഷൻ എ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരാം? 200 വരാം. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 200 വരാ എന്ന് പറയുന്നത് എന്താ? പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ABCD is a cyclic quadrilateral. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പറയുന്നത് ABCD എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഓക്കെ, നമുക്കൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചു വെക്കാം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒരു സർക്കിള്. ഓക്കെ ഓക്കെ, ABCD അല്ലേ? ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ആംഗിൾ A പ്ലസ് ആംഗിൾ D is equal to 210 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 210 ഡിഗ്രിയാണ്. ആംഗിൾ D പ്ലസ് ആംഗിൾ C, ആംഗിൾ ഡിയും അതേപോലെ തന്നെ ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എത്ര? 250 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ A പ്ലസ് C. ആംഗിൾ എയും സിയും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? നമുക്കറിയാലോ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. സിമ്പിൾ. ഓക്കെ, ഇനി എന്താ? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ ആൻഡ് സി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും എത്രയാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ആംഗിൾ എയും ആംഗിൾ സിയും കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് എടുക്കാം. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞേക്കാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എത്രയാ? 210 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടല്ലേ? 210 ഡിഗ്രി. അതേപോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി. ഓക്കെ, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 250 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും കൂടി ഒന്ന് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഞാൻ ഈ രണ്ട് ഇക്വേഷൻസ് കൂടി ഒന്ന് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാൻ വേണ്ടി പോകേണ്ട. ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ മൈനസ് ചെയ്ത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി. ഓക്കെ അല്ലേ? മൈനസ് അടുത്തത് എന്താ? ആംഗിൾ ഡി ബ്രാക്കറ്റ് ആണ് കേട്ടോ, മൈനസ് ഇട്ട ബ്രാക്കറ്റ് ആണ്. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു, ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഇപ്പുറത്ത് എഴുതാം. ഓക്കെ,
210 മൈനസ് 250. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് എന്ത് കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി, ഇവിടെ ഈ മൈനസ് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. മൈനസ് ഇൻറ്റു ആംഗിൾ ഡി എന്ന് പറയുമ്പോൾ മൈനസ് ആംഗിൾ ഡി, മൈനസ് ഇൻറ്റു പോസിറ്റീവ് ആംഗിൾ സി എന്ന് പറയുമ്പോൾ മൈനസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 210 മൈനസ് 250 എത്ര കിട്ടും? -40 കിട്ടും. ശരിയല്ലേ? ഇനി പോസിറ്റീവ് ഡിയും നെഗറ്റീവ് ഡിയും എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. ഓക്കെ, അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ എ മൈനസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്രയാന്ന് കിട്ടി? -40 എന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ ഓൾറെഡി നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ എത്രയാണെന്ന് അറിയാം, 180 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? എ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടുപിടിച്ചു ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ 180. അപ്പോൾ നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ സിയും കൂടി മൈനസ് ചെയ്താൽ -40 ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കൂടി ഒന്ന് പ്ലസ് ചെയ്തൂടെ? ഈ രണ്ട് ഇക്വേഷൻ കൂടി ഞാൻ ഒന്ന് പ്ലസ് ചെയ്യണേ കേട്ടോ. നോക്കിയേ, ആംഗിൾ എ പ്ലസ് ആംഗിൾ എ, ആംഗിൾ എ പ്ലസ് ആംഗിൾ എ, അപ്പോൾ എത്ര കിട്ടും? 2 ആംഗിൾ എ. ഓക്കെ, ഇനി ആംഗിൾ സി മൈനസ് ആംഗിൾ സിയും പ്ലസ് ആംഗിൾ സിയും കൂടി എന്തായിപ്പോയി? ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ഇനി -40 പ്ലസ് 80, -40 പ്ലസ് 80 എന്ന് പറയുമ്പോൾ എന്താ ഡിഫറൻസ് സൈൻസ് വരുമ്പോൾ വലുതിന് ശ്രദ്ധ കുറച്ചിട്ട് വലുതിൻ്റെ ഈക്വൽ ടു 140 കിട്ടും അല്ലേ? 180 40 കുറച്ചാൽ 140, വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആണ്, അതുകൊണ്ടിട്ട് 140. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 140 ഡിവൈഡഡ് ബൈ 2, അതായത് എത്ര? 70. ഓക്കെ അല്ലേ? അപ്പം ആംഗിൾ എ നമുക്ക് കിട്ടി 70. അപ്പോൾ നോക്കിയേ, ആംഗിൾ എ 70 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി എത്രയാ? 110 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പം ആംഗിൾ എ 70യും അതേപോലെ തന്നെ ആംഗിൾ സി 110 ഡിഗ്രി. ഇതാണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Angles on the alternate segments of a circle are in the ratio 1:3. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് അല്ലെ? സെഗ്മെന്റ് കാണാൻ നമുക്ക് ജസ്റ്റ് ഒന്നൊരു കോഡ് വരക്കാം. ഓക്കെ, ഒരു കോഡ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സെഗ്മെന്റിലുള്ള ആംഗിളും അതേപോലെ മൈനർ സെഗ്മെന്റിലുള്ള ആംഗിളും, മേജർ സെഗ്മെന്റിലുള്ള ആംഗിളും മൈനർ സെഗ്മെന്റിലുള്ള ആംഗിൾ. ഓക്കെ, ഇവർ തമ്മിലുള്ള റേഷ്യോ, ഈ ആംഗിളും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:3 ആണ്. ഓക്കെ, അങ്ങനെ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾസ് ഇൻ ഈച്ച് സെഗ്മെന്റ്? അങ്ങനെ ഈ ആംഗിളും എത്രയാണ്? ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം 1:3 ആണെന്നറിയാം അല്ലെ? റേഷ്യോ 1:3 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആംഗിളുകൾ എന്തെന്ന് വിളിക്കാം? ഇവിടുത്തെ ആംഗിൾ നമുക്ക് 1x എന്ന് വിളിക്കാം, ഇവിടുത്തെ ആംഗിൾ നമുക്ക് 3x എന്ന് വിളിക്കാം അല്ലെ? റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്പിൾ അല്ലെ, സിമ്പിളൈസ് ഫോം ആയിരിക്കും. അപ്പൊ അതിനെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 1x എന്നും 3x എന്നും വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാവുന്ന കാര്യം ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ എത്ര വരണം? 180 വരണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ 1x പ്ലസ് 3x ഇസ് ഈക്വൽ ടു എത്രയാ? 180. 1x പ്ലസ് 3x ഇസ് ഈക്വൽ ടു 180, അതായത് 4x ഇസ് ഈക്വൽ ടു 180. അപ്പോൾ x ഇസ് ഈക്വൽ ടു എത്ര വരും? x ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 4. 180 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര വരും? x ഇസ് ഈക്വൽ ടു 4 ടേബിളിൽ 18 എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം 16 പോകും, ബാക്കി 2 45 അല്ലേ? x എത്ര വരും? 45 വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 1x എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 45, x 45 കിട്ടി അല്ലേ? 1 ഇൻറ്റു 45 എന്ന് പറയുമ്പോൾ 45 തന്നെ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര വരും? 3 ഇൻറ്റു 45 എന്ന് പറയുമ്പോൾ എത്രയാ? 135 വരും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസിലുള്ള സെഗ്മെന്റുകളുടെ റേഷ്യോ എത്രയാ? 135. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ O ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഫിഗറിൽ O എന്ന് പറയുന്നത് എന്താ? സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ABCD ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ അല്ലേ? ആംഗിൾ CAB 30 ഡിഗ്രി, ആംഗിൾ ABD 60 ഡിഗ്രി, ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ADB എത്രയാ? ആംഗിൾ ADB എന്ന് പറയുമ്പോൾ ഏതാ? ADB അല്ലെ? ഈ ഒരു ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ BD എന്ന് പറയുന്നത് എന്താ? ഡയമീറ്റർ അല്ലെ? BD എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. അപ്പോൾ BD ഡയമീറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഈ BD ഉണ്ടാക്കുന്ന ആംഗിൾ, BD സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ആംഗിൾ ഇൻ സെമി സർക്കിൾ എത്രയാ? 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മൊത്തം ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ,
അപ്പോൾ ഓൾറെഡി ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ 60 90 കൂടി കൂട്ടുമ്പോൾ 150 ആയി. അങ്ങനെ ഈ മൂന്നാമത്തെ ആംഗിൾ എത്ര വരും? 30 ഡിഗ്രി വരും. ഓക്കെ അല്ലേ? തേർഡ് ആംഗിൾ എത്ര? ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നത് എത്ര? 30 ഡിഗ്രി. ഓക്കെ, ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആംഗിൾ എ ബി സി. ആംഗിൾ എ ബി സി എന്ന് പറയുമ്പോൾ എ ബി സി. ഓക്കെ, അപ്പോൾ എ ബി സി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ, ഈ മൊത്തം ആംഗിളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? എ ബി സി എത്ര വരും? ഓക്കെ, നമുക്ക് നോക്കാം. എ ബി സി എന്ന് പറയുന്ന ആംഗിളിൽ നമ്മൾ ഈ ഒരു ആർക്ക്, ഈ ഡി സി എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ആർക്ക് സർക്കിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ, ഈ ആർക്ക് സർക്കിളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എത്രയാ? ഇവിടെ നമുക്ക് എത്രയാ കിട്ടാം? 60 ഡിഗ്രി അല്ലേ? ഓക്കെ, ഈ ആംഗിൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 60. അങ്ങനെയാണ് 60 + 30 എത്ര ആയിരിക്കുന്നത്? 90 ഡിഗ്രി ആയിരിക്കുന്നത്. അപ്പൊ ഈ ആർക്ക് ഇവിടെ 60 ഡിഗ്രിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഇതേ ആർക്ക് ഈ സർക്കിളിന്റെ സെയിം സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന മറ്റേ ആംഗിളും എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെയും എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 60 + 60 നമുക്ക് എ ബി സി ആണ് അതിന്റെ എ ബി സി ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 60 + 60 എത്രയാ? 120 ഡിഗ്രി കിട്ടും. ശരിയല്ലേ? അപ്പോൾ എ ഡി ബി എന്ന് പറയുന്നത് 30 ഡിഗ്രിയും എ ബി സി എത്ര? 120 ഡിഗ്രി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ എ ബി സി ഡി പി ആർ ദ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ വിത്ത് സെന്റർ ഒ. ഓക്കെ, ആംഗിൾ എ ഒ ബി 130 ഡിഗ്രി. എ ഒ ബി എന്ന് പറയുന്ന ഈ സെൻട്രൽ ആംഗിൾ എത്രയാ? 130 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ എ ഡി ബി. എ ഡി ബി, ആംഗിൾ എ ഡി ബി, അതായത് ഈ ഒരു ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കോ. ഈ ആർക്ക് അല്ലെ, ഈ എ ബി എന്ന് പറയുന്ന ഈ ആർക്ക് സെന്ററുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ആണ് 130. ഓക്കെ അല്ലേ? അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന സെയിം ആർക്ക് സർക്കിളിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ, നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിളുടെ പകുതി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആംഗിളുടെ പകുതി ആയിരിക്കും ഇവിടെ. അപ്പൊ എത്രയാണ്? 130 പകുതി എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആംഗിൾ എ ഡി ബി എത്ര? 65 ഡിഗ്രി. ഈ ആംഗിൾ ബി ഡി സി എന്താണ്? ആംഗിൾ ബി ഡി സി. ബി ഡി സി ഏതാ? ബി ഡി സി. ബി ഡി സി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിൾ എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ബി ഡി സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒ എയും ഒ ബിയും എന്താ? റേഡിയസ് ആണ് അല്ലെ? ഒ എയും ഒ ബിയും റേഡിയസ് ആണ്. അപ്പൊ ഈ ഒരു ട്രയാംഗിൾ എന്താവും? ഒ എ ബി എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ ഐസോസ്ലെസ് ട്രയാംഗിൾ ആണ് അല്ലെ? ഇതൊരു ഐസോസ്ലെസ് ട്രയാംഗിൾ ആണ്. അപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കൂലേ? ഈ ആംഗിളും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 180 - 130 / 2. അപ്പോൾ 180 - 130 എന്ന് പറയുമ്പോൾ 50/2, അതായത് 25 ഡിഗ്രി വരും. ഈ ആംഗിളും 25 ആണ്, ഈ ആംഗിളും 25 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഈ ആർക്ക്, ഇതൊക്കെ വായിക്കുന്നതാണ്. ഓക്കെ, ഈ സി പി ബി എന്ന് പറയുന്ന ഈ ആർക്ക് സർക്കിളിലെ ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന, മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ആംഗിൾ 25 ഡിഗ്രി അല്ലേ? അപ്പൊ ഇതേ ആർക്ക് ഇവിടുന്ന് ഇപ്പുറത്തെ സെഗ്മെന്റിൽ അല്ലെങ്കിൽ ആ സെഗ്മെന്റിൽ വേറെ ഉണ്ടാക്കുന്ന ആംഗിളുകൾ എത്ര തന്നെ ആയിരിക്കും? 25 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലെ? ഈ ആർക്ക് തന്നെ പ്രാവശ്യം കൂടി വരക്കാം, ശ്രദ്ധിച്ചു, എല്ലാം കൂടി കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ഇവിടെ 25, ഇത് മാത്രം മതി. ഇത് 25 ആണ് നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ആർക്ക് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന, മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 25 ഡിഗ്രി. അപ്പൊ ഇതേ സെയിം ആർക്ക് തന്നെ ഈ മേജർ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന മറ്റ് ആംഗിളുകളും എത്രയായിരിക്കും? 25 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മൾ തിയറത്തിൽ പഠിച്ചതാണ്. ഇവിടെയും എത്ര തന്നെയാണ്? 25 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നതും 25 ആണ്. ഈ ആംഗിൾ ബി പി സി എന്താണ്? ആംഗിൾ ബി പി സി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ബി പി സി എന്ന് പറയുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വായിച്ചളയാം. ബി പി സി കണ്ടുപിടിക്കണം അല്ലേ? മക്കളെ നിങ്ങൾ ഇത് നോക്കിക്കോ. ഞാൻ ഇത് മാത്രം കൺസിഡർ ചെയ്യാം കേട്ടോ. ഈ ലൈനും ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്താ? ഒരു സൈക്ലിക് കോഡാറ്ററിൽ കണ്ട 4 വേർട്ടെക്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. സൈക്ലിക് കോഡാറ്റർ ആണ്. സൈക്ലിക് കോഡാറ്ററിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് 180. അപ്പൊ ഇവിടെ ഓൾറെഡി 25 ഡിഗ്രിയാ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് അല്ലെ? അപ്പൊ
ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടണം. 25 180 മൈനസ് 25 180 മൈനസ് 25 ചെയ്താൽ എത്ര കിട്ടും? 155 കിട്ടും. ശരിയല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്രയാ? 155 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ BPC എന്ന് പറയുന്നത് 155 ഡിഗ്രിയാണ്. ക്ലിയർ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ദ ഫിഗർ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് AXB ഇസ് 60 ഡിഗ്രി ആൻഡ് ആർക്ക് CYD ഇസ് 70 ഡിഗ്രി. ഓക്കെ, AXB എന്ന് പറയുന്ന ആർക്ക്, AXB എന്ന് പറയുമ്പോൾ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാ? സെന്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ ആയിട്ട് വരും അല്ലേ? അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ എത്രയാ? ഇതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ? 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ CYD എന്ന് പറയുന്ന ഈ ഒരു ആർക്ക് അല്ലേ? ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്കിൽ നിന്ന് സെന്ററിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നും കൂടി നല്ല രീതിക്ക് വരക്കാം. ഇതാണ് സെന്റർ എന്ന് വിചാരിക്കാം. ഈ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രിയും ഈ ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ 70 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ഡി. ആംഗിൾ ഡിന്റെ മെഷർമെന്റ് എത്രയാണ്? ആംഗിൾ ഡി എന്ന് പറയുന്ന ആംഗിൾ, ഈ ആംഗിൾ എത്രയാണ്? ഓക്കെ, ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, ഈ ആർക്ക് നമ്മളെ AXB എന്ന് പറയുന്ന ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതേ സെയിം ആർക്ക്, AXB എന്ന് പറയുന്ന ഇതേ സെയിം ആർക്ക് സർക്കിളിൽ ഉണ്ടാക്കുന്ന, ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കില്ലേ? 60ന്റെ പകുതി ഇവിടെ എത്ര വരും? 30 ഡിഗ്രി വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ആംഗിൾ ഡി നമുക്ക് കിട്ടിയ എത്രയാണ്? 30 ഡിഗ്രി കേട്ടോ. ആംഗിൾ ഡി 30 ഡിഗ്രി. ഇനി എന്താ? ആംഗിൾ എ അല്ലേ? ആംഗിൾ എ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഈ CYD എന്ന് പറയുന്ന ആർക്ക് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്കറിയാം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 70 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതേ CYD എന്ന് പറയുന്ന ആർക്ക് ഓൾട്ടർനേറ്റ് ആംഗിളിൽ ഉണ്ടാക്കുമ്പോൾ അതെന്തായിരിക്കും? ഈ 70യുടെ പകുതി ആയിരിക്കും അല്ലെ? ഇവിടെ എത്ര വരും? 35 ഡിഗ്രി വരും. ഇപ്പൊ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാ? 35 ഡിഗ്രി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ APB. ആംഗിൾ APB ഇതാ, ഇതൊക്കെ മായ്ക്കണേണ്ട, ഒന്നങ്ങനെ മായിച്ച് കളയാം. നമുക്ക് ആ കിട്ടിയ ആംഗിളുകൾ മാത്രം ഒന്ന് എഴുതി വെക്കാം. ഇവിടെ 30, ഇവിടെ 35. ഓക്കെ അല്ലേ? APB എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ? ഈ ആംഗിളാണ് നമുക്ക് വേണ്ടത്, APB. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? APB എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, ഇതൊരു ട്രയാംഗിൾ അല്ലേ? ഈ ADP എന്ന് പറയുന്ന ട്രയാംഗിൾ എടുത്തിട്ട് നമുക്ക് ADP എന്ന് പറയുന്ന ഈ ട്രയാംഗിൾ. ഓക്കെ, അപ്പൊ ഈ ട്രയാംഗിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 30, 35. അപ്പൊ ഇവിടെ എത്രയായി? 30, 35 എന്ന് പറയുമ്പോൾ 65 അല്ലേ? അപ്പൊ ബാക്കി എത്ര വരും? ഈ ആംഗിൾ എത്രയായിരിക്കും? മൂന്നാമത്തെ ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് 65 അല്ലേ? 180 മൈനസ് 65 ചെയ്താൽ എത്ര കിട്ടും? 180 മൈനസ് 65 എന്ന് പറയുമ്പോൾ 115. ശരിയല്ലേ? 115. ഓക്കെ, അപ്പോൾ 115 കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ആംഗിൾ എത്രയാ? ഇതൊരു ലീനിയർ പെയർ അല്ലേ? ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ പെയർ അല്ലേ? അപ്പോൾ 115 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? 65 വരും. ശരിയല്ലേ? അപ്പോൾ ഈ ആംഗിൾ APB എത്രയാണ്? 65 ഡിഗ്രി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ മക്കളെ. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താ ചോദ്യം. ഇൻ ദ ഫിഗർ O ആൻഡ് O ഡാഷ് ആർ ദ സെന്റർ ഓഫ് ടു സർക്കിൾ അല്ലെ? O എന്ന് പറയുന്ന പോയിന്റും O ഡാഷ് എന്ന് പറയുന്ന പോയിന്റും എന്താ? ഈ രണ്ട് സർക്കിളിന്റെ സെന്ററുകളാണ്. ചെറിയ സർക്കിളിന്റെ സെന്ററാണ് O, വലിയ സർക്കിളിന്റെ സെന്ററാണ് O ഡാഷ്. ഓക്കെ, ഇനി എന്താ? ആംഗിൾ PQR = 80 ഡിഗ്രി. ആംഗിൾ PQR എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ POR എത്രയാ? ആംഗിൾ POR അതായത് ഈ ആംഗിൾ. ശരിയല്ലേ? നമുക്കറിയാം സെൻട്രൽ ആംഗിളിന്റെ പകുതിയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും എന്ത്? സെൻട്രൽ ആംഗിൾ അല്ലേ? അപ്പൊ ഇവിടെ 80 ആണെങ്കിൽ ഇതിന്റെ ഡബിൾ ഇവിടെ എത്ര വരും? 160 ഡിഗ്രി വരും. ഓക്കെ, ഇനി ആംഗിൾ PSR എന്ന് പറയുമ്പോൾ PSR എന്ന് പറയുമ്പോൾ
ഈ ആംഗിൾ അല്ലേ, ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? പി എസ് ആർ. ഓക്കെ, അപ്പോൾ പി എസ് ആർ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ഈ സർക്കിൾ നോക്കണം, വലിയ സർക്കിൾ, നമ്മൾ വലിയ സർക്കിൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ലേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ലേ, ഈ പി ഒ ആർ എസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ ആണ് അല്ലേ. അപ്പൊ ഇവിടെ 160 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഇത് എത്രയാ? ഓപ്പോസിറ്റ് വരുമ്പോൾ 180 കിട്ടണം, രണ്ടും കൂടി കൂട്ടുമ്പോൾ 160 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 20 ഡിഗ്രി. ഓക്കെ, ഇനി ഒ ഡാഷ് അല്ലെ, ഇനി ചോദിച്ചാൽ പി ഒ ആർ അല്ലെ, പി ഒ ആർ, അത് ഒ ഡാഷ്. ഒ ഡാഷ് എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ പി ഒ ഡാഷ് ആർ, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓൾറെഡി നമുക്കറിയാം, വലിയ സർക്കിൾ നോക്കണമെന്നുണ്ടെങ്കിൽ വലിയ സർക്കിളിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടായിരിക്കുന്ന ആംഗിൾ എത്രയാ? 20 ഡിഗ്രി ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 20 ഡിഗ്രിന്റെ ഡബിൾ, അതായത് ഇവിടെ എത്രയായിരിക്കും? 40 ഡിഗ്രി. ഓക്കെ, ഇപ്പോൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചില്ലേ? പി ഒ ആർ എന്ന് പറയുന്നത് 80, പി എസ് ആർ എന്ന് പറയുന്നത് 20, സോറി, പി ഒ ആർ എന്ന് പറയുന്നത് 80 അല്ല അല്ലേ, പി ആർ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായി. പി ഒ ആർ എന്ന് പറയുന്നത് 160, പി എസ് ആർ എന്ന് പറയുന്നത് 20, പി ഒ ഡാഷ് ആർ എന്ന് പറയുന്നത് 40. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് ചെയ്യാം. ഇൻ ദ ഫിഗർ എ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. എ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി ബി ഇസ് 80 ഡിഗ്രി. ശ്രദ്ധിക്കാം, എ പി ബി എന്ന് പറയുന്ന ഈ ആർക്ക്, ഓക്കെ, എ പി ബി എന്ന് പറയുന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഓക്കെ, ഇതിനെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ എത്രയാ? 80 ഡിഗ്രിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മെഷർ ആംഗിൾ ഡി എ സി 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ സി ബി? എ സി ബി എത്ര? എ സി ബി എന്ന് പറയുമ്പോൾ ഇതല്ലേ. ഒന്ന് നോക്കിയേ, എ ബി എന്ന് പറയുന്ന ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ 80. ഓക്കെ, അപ്പൊ ഇതേ എ ബി എന്ന് പറയുന്ന കോഡ് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും അല്ലെ. 80 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇത് 80 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എ സി ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഓക്കെ, ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി സി? എ ബി സി എന്ന് പറയുന്ന ഈ ആംഗിൾ അല്ലെ, എ ബി സി എന്ന് പറയുന്ന ഈ മൊത്തം ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? എ ബി സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം, എ ഡി എന്താ? ഡയമീറ്റർ. എ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ, ബട്ട് ഈ ഡയമീറ്ററിന് രണ്ടറ്റത്തുനിന്നും സർക്കിളിലേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ ഇതെന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ അല്ലേ അല്ലേ. ഒരു ഡയമീറ്റർ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി, തൊട്ടിപ്പുറത്ത് 40 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പൊ 90 + 40 എന്ന് പറയുമ്പോൾ 130 ആയി. ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്ററൽ അല്ലേ? എ ബി സി ഡി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രാറ്ററൽ ആണ് അല്ലേ. അപ്പൊ ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 180 വരണ്ടേ? 90 + 40 130 ആയി. ഇനി 130 പ്ലസ് ഈ 30 കൂടി കൂട്ടിയപ്പോൾ 160 ആയി അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കില്ലേ. ഓക്കെ, അപ്പൊ ഇത് 20 ഡിഗ്രി. ഓക്കെ, ഇത് 20 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാംഗിൾ നമ്മൾ എ ബി സി എന്ന് പറയുന്ന ഈ അടിയിലെ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 20 ഉം 40, 20 + 40 എന്ന് പറയുമ്പോൾ 60 അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാ? 120 ഡിഗ്രി. ശരിയല്ലേ? അപ്പോൾ എ ബി സി എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രി. എ സി ബി എന്ന് പറയുന്നത് 40 ഡിഗ്രി കിട്ടിയാണ്. ഈ ആംഗിൾ സി എ ബി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് എങ്ങനെയാ സി എ ബി കണ്ടുപിടിക്കാൻ പറ്റാം? ഏതാ സി എ ബി? ഓക്കെ, സി എ ബി നമ്മൾ നേരത്തെ ഇപ്പൊ കണ്ടുപിടിച്ചു അല്ലേ. സി എ ബി എന്ന് പറയുന്നത് എത്രയാണ് കിട്ടി? 20 ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സി എ ബി എത്ര? 20. ഓക്കെ, അപ്പോൾ ആ ചോദ്യവും കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഈ ശ്രദ്ധിക്കുക, ഇത് നമ്മളെ ഫസ്റ്റ് ടേമിന്, ഈ കൊല്ലം നിങ്ങളെ ഫസ്റ്റ് ടേമിന് വന്ന ചോദ്യമാണ്. ഓക്കെ, ഇൻ ദ ഫിഗർ ഒ ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ. ഒ എന്താ? സെന്റർ എന്ന് പറഞ്ഞിട്ട് എ ബി സി ഡി ആർ ദ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ. ആംഗിൾ എ ബി ഇസ് ഈക്വൽ ടു 30. എ ഇ ബി എന്ന് പറയുമ്പോൾ ഈ മുകളിലെ ആംഗിൾ എത്ര? 30 ഡിഗ്രി. ഓക്കെ, ആംഗിൾ സി ബി ഇ 20. ആംഗിൾ സി ബി ഇ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ, ഈ ആംഗിൾ എത്രയാണ്? 20 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി സി ഇ എന്ന് പറയുന്നത് ഈ ആംഗിൾ എത്രയായിരിക്കും? ഒരു ട്രയാംഗിൾ സം ഓഫ് ആംഗിൾസ് എടുത്താൽ പോരെ. 30 + 20 50 ആണെന്നറിയാം. അപ്പോൾ 180 - 50 = എത്രയാ? 130. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 130 കിട്ടും. ശരിയല്ലേ? ഇനി അടുത്ത എന്താ? ആംഗിൾ എ ഡി ബി. ഓക്കെ, എ ഡി ബി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഓക്കെ, ഈ ആംഗിൾ 130 ആണെന്നറിയാം. അപ്പൊ ഇത് എത്രയായിരിക്കും? ലീനിയർ പെയർ അല്ലേ ഇതേക്ക് ഉണ്ടാവും. ഒരു ലൈനിന്റെ മുകളിൽ വേറെ ലൈൻ. അപ്പോൾ ലീനിയർ പെയർ ആയതുകൊണ്ട് ഈ ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും.
ഓക്കെ. അപ്പൊ ഈ എ ബി എന്ന് പറയുന്ന ഈ കോഡ് എന്ത് ചെയ്തു, 50 ഡിഗ്രി സർക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ, 50 ഡിഗ്രി ഈ സെഗ്മെന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേ സെഗ്മെന്റിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഡിയും എത്ര തന്നെയായിരിക്കും, 50 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. എ ബി എന്ന് പറയുന്ന കോഡ് അതേ സെഗ്മെന്റിൽ തന്നെ ഉണ്ടാക്കുന്ന മറ്റേ ആംഗിൾ എത്ര ആയിരിക്കും, 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ബി സി ഇ നമുക്ക് കിട്ടി 130 കിട്ടി, എ ഡി ബി നമുക്ക് കിട്ടി എത്രയാ, 50 ഡിഗ്രി. ഓക്കെ. ഇനി ആംഗിൾ ഡി എ ബി നമുക്ക് നോക്കാം. ആംഗിൾ ഡി എ ബി എന്ന് പറയുമ്പോൾ ഇതാ ഡി എ ബി. ഓക്കെ, ഈ ആംഗിൾ അല്ലേ, ഇത് മൊത്തത്തിലുള്ള ആംഗിൾ എത്രയായിരിക്കും, നമുക്കറിയാം ഡി ബി എന്ന് പറയുന്നത് എന്താ, ഡയമീറ്റർ സർക്കിളിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ, ഡയമീറ്റർ രണ്ട് എൻഡിൽ നിന്ന് സർക്കിളിൽ മുട്ടിച്ച് കഴിഞ്ഞാൽ എന്താ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. അപ്പോൾ ഇത് എത്രയാ, 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ. ഇനി ആംഗിൾ എ ബി ഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ അല്ലേ, ഇവിടെ 50, ഇവിടെ 90, 50 + 90 എന്ന് പറയുമ്പോൾ 140, 50 + 90 = എത്രയാ, 140. അപ്പോൾ 180 - 140 എന്ന് പറയുമ്പോൾ 40. അപ്പോൾ ആംഗിൾ ബി എത്രയാ, 40, അല്ലെങ്കിൽ എ ബി ഡി എത്രയാ, 40 ഡിഗ്രി, 40 ഡിഗ്രി കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ ഫിഗർ ഭയങ്കര വലിയ ഫിഗറൊക്കെ കാണുമ്പോൾ നമ്മൾ എക്സാമിനൊന്നും പതറരുത്, നമ്മൾ പേടിക്കരുത്, വളരെ സിമ്പിൾ ആയിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇഫ് ആംഗിൾ ഒ എ ബി, ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. എ ബി സി ഡി ഇ ആർ ദ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ വിത്ത് സെന്റർ ഒ ആൻഡ് ഒ സി ഈസ് പാരലൽ. ഇത് ശ്രദ്ധിച്ചോട്ടെ മക്കളെ, ഒ സി ഈസ് പാരലൽ ടു ഡി ഇ. ഒ സിയും ഡി ഇയും എന്താ, പാരലൽ ആണ് അല്ലെ. ഒ സി എന്ന് പറയുമ്പോൾ ഈ ലൈൻ, ഡി ഇ എന്ന് പറയുമ്പോൾ ഈ ലൈൻ, ഈ രണ്ടുപേരും എന്താ, പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ആംഗിൾ ഒ എ ബി 50 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആംഗിൾ ഒ സി ബി 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇ ഡി സി 35 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഓക്കെ. അങ്ങനെ ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ ബി ഒ. ആംഗിൾ എ ബി ഒ എത്രയായിരിക്കും, എ ബി ഒ എവിടെ, എ ബി ഒ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ, ഈ ഒരു ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നമുക്കറിയാം എ ഒയും ഒ ബിയും റേഡിയസ് ആണ് അല്ലേ, എ ഒയും ഒ ബിയും റേഡിയസ് ആണ്. അപ്പോൾ ഈ റേഡിയസ് രണ്ടുപേരും എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒ ബിന്റെ ഓപ്പോസിറ്റ് 50 ഡിഗ്രി ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഈക്വൽ ആണ് അല്ലേ. ഈ ഒ ബിന്റെ ഓപ്പോസിറ്റ് 50 ഡിഗ്രി ആണെങ്കിൽ എ ഒന്റെ ഓപ്പോസിറ്റും എത്ര തന്നെയായിരിക്കും, 50 ഡിഗ്രി. കാരണം സെയിം സൈഡുകളാണ്, സെയിം സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ, ഈക്വൽ സൈഡുകളുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെയും 50 ഡിഗ്രി. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് 50 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റും 50. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്തെന്താ, ആംഗിൾ എ ഒ ബി 50 കിട്ടി. ആംഗിൾ എ ഡി സി എന്ന് പറയുമ്പോൾ ഏതാ, എ ഡി സി അല്ലേ. അപ്പൊ ഈ മുകളിലെ ആംഗിൾ. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും, നമുക്കറിയാം ഇത് 50. ഓക്കെ, ശ്രദ്ധിച്ചോ, ഒ സിയും റേഡിയസ് അല്ലേ. അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് 60, ഈ റേഡിയസിന് ഓപ്പോസിറ്റ് 60 ആണെങ്കിൽ ഈ റേഡിയസിന്റെ ഓപ്പോസിറ്റും എത്ര തന്നെ ആയിരിക്കും, ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര വരും, ഇവിടുത്തെ ആംഗിൾ എത്ര വരും, ഇതൊരു കൂടുതലല്ലേ. അപ്പൊ 50, 50, 100, 50, 50, 100, 100, 60, 160, 160, 220 അല്ലേ. 220 ഒരു കോഡിലാറ്ററൽ മൊത്തം ആംഗിൾ 360. ഇപ്പോൾ ടോട്ടൽ എത്ര വന്നിട്ടുണ്ട്, 220 വന്നിട്ടുണ്ട്. അപ്പൊ 360 - 220, 360 - 220 എന്ന് പറയുമ്പോൾ എത്ര വരും, 140 അല്ലേ, 140 വരും. ശരിയല്ലേ, സോറി 140 അല്ലല്ലോ, 360 - 220 എന്ന് പറയുമ്പോൾ അതന്നെ 140 അല്ലേ, 140. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ എത്രയാ, 140. ഓക്കെ അല്ലേ. അപ്പോൾ സെൻട്രൽ ആംഗിൾ 140 ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്ക് എന്തായിരിക്കും, അതിന്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ എത്രയായിരിക്കും, അതിന്റെ പകുതി, അതായത് 70 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് എത്രയാ, 70 ഡിഗ്രി. ഓക്കെ. ഇനി ആംഗിൾ ഡി എ ബി എങ്ങനെ കണ്ടുപിടിക്കും നമുക്ക് നോക്കാം. ആംഗിൾ ഡി എ ബി എവിടെയാ, ഡി എ ബി എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ മൊത്തത്തിൽ അല്ലേ, ഈ ഒരു ആംഗിൾ മൊത്തത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കിട്ടും ആംഗിൾ ഡി എ ബി, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്താ ഉപയോഗിക്കാൻ പറ്റുക, നമുക്കൊരു കാര്യം അറിയാം. ഇവിടെ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യം ഉണ്ടായി, ഒ സിയും ഡി യും എന്താ, പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലേ. ഒ സിയും ഡി യും പാരലൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ലൈനുകൾ പാരലൽ ആണെങ്കിൽ ഈ രണ്ട് പാരലൽ ലൈനുകൾ ഇതേപോലെ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്താൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഒരു സെഡ് ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ഈ ആംഗിളും ഈ ആംഗിൾ, ഈ സെഡിന്റെ രണ്ട് കോർണറിൽ വരുന്ന ആംഗിളുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ. ഓൾട്ടർനേറ്റ് ആംഗിൾ എന്ന് പറയുന്ന പേരിൽ നമ്മൾ വിളിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും എത്രയാ, എക്സ്.
അപ്പൊ ഇവിടെ നോക്കി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു സെറ്റ് കാണുന്നില്ലേ, അവർ രണ്ടൊരു പാരലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ സെറ്റ് ഓക്കെ, ആ സെറ്റ് അവിടെ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 35 ആണ് നമുക്കറിയാം അല്ലേ, ഈ ആംഗിൾ 35 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആംഗിളും എത്ര തന്നെയായിരിക്കും, ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും, 35 തന്നെയായിരിക്കും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ഓക്കെ. അപ്പോൾ ആംഗിളും 35. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു വലിയ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലേ. ആവശ്യമുള്ളത് മാത്രം ഇതാട്ടോ. നമുക്കിപ്പോൾ ഇത് 35 ആണെന്ന് കിട്ടി. ഓക്കെ അല്ലേ, ഇത് രണ്ട് ആംഗിൾസും ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ, ഇത് കിട്ടിയിരിക്കുന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, അപ്പൊ 60 + 35 എന്ന് പറയുമ്പോൾ എത്രയായി, 60 35 കൂടി 95 ആയി. ഓക്കെ, 95 + 50, 95 + 50 എന്ന് പറയുമ്പോൾ എത്രയാണ്, 145 ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 180 ആവാനായിട്ട് ഇനി എത്രയും കൂടിയാണ് വേണ്ടത്, 35 കൂടിയല്ലേ. ഈ ആംഗിൾ എത്രയാണ്, 35 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ DAB എന്ന് പറയുന്ന മൊത്തം ആംഗിൾ എത്രയാണ്, 85. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ DAO എന്ന് പറയുമ്പോൾ ഈ ആംഗിളാണ്, ഈ ഭാഗം മാത്രമാണ്, അത് എത്രയാണ്, 35. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ചെയ്യാൻ വേണ്ടി പോകണം. ഇനി നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു ഭാഗമായിരിക്കും പ്രൂഫ് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പൊ അങ്ങനത്തെ പ്രൂഫ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോ, ആംഗിൾ ABC ആർ ദ പോയിന്റ്സ് ഓൺ സർക്കിൾസ് വിത്ത് സെന്റർ O. ഓക്കെ, ആംഗിൾ OCA എക്സ് ആംഗിൾ OCA എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാ, ഈ ഒരു ആംഗിൾ എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി വാട്ട് ഈസ് ആംഗിൾ OAC എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇതും റേഡിയസ് ആണ്. അപ്പൊ ഈ റേഡിയസിന് ഓപ്പോസിറ്റ് എക്സ് ആണെങ്കിൽ ഈ റേഡിയസിന് ഓപ്പോസിറ്റ് എത്ര തന്നെയായിരിക്കും, എക്സ് തന്നെ അല്ലേ. അപ്പോൾ ആംഗിൾ OCA എന്ന് പറയുന്നതും എത്രയാ, OAC എന്ന് പറയുന്നത് എത്ര തന്നെയായിരിക്കും, എക്സ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി പ്രൂവ് ദാറ്റ് ആംഗിൾ ABC മൈനസ് ആംഗിൾ OCAC = 90. ABCയും ആംഗിൾ ABC എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിളും OCAയും മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ആംഗിൾ എത്രയായിരിക്കും, ഇത് ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് ആംഗിൾസ് എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ 2x. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആംഗിൾ എത്രയാണ്, 180 മൈനസ് 2x. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതേ കോഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, ഇതിന്റെ ഹാഫ് ആയിരിക്കൂലേ. 180 മൈനസ് 2x ഹാഫ് എന്ന് പറയുമ്പോൾ 180 മൈനസ് 2x ഹാഫ് എന്ന് പറയുമ്പോൾ 180 പകുതി 90യും 2x പകുതി x അല്ലേ. അപ്പോൾ 180 മൈനസ് 2x പകുതി എന്ന് പറയുമ്പോൾ 90 മൈനസ് എക്സ് ആണ്. ശരിയല്ലേ, 90 മൈനസ് എക്സ്. ഓക്കെ, അപ്പൊ ഇത് 90 മൈനസ് എക്സ് ആണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ. ഈ ABCD എന്ന് പറയുന്നത് എന്താ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, അപ്പൊ ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഈ ആംഗിൾ എത്രയായിരിക്കും, 90 മൈനസ് എക്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് 180 നിന്ന് രണ്ട് ഈ ഓപ്പോസിറ്റുള്ള രണ്ട് ആംഗിൾ 180 കിട്ടും അല്ലേ. അപ്പോൾ 180 മൈനസ് 90 മൈനസ് എക്സ്, 180 മൈനസ് 90 മൈനസ് എക്സ് ചെയ്യുമ്പോൾ 180 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നെഗറ്റീവ് വെച്ചിട്ട് 180 മൈനസ് 90 പ്ലസ് എക്സ് എന്നാവും. 180 മൈനസ് 90 എന്ന് പറയുമ്പോൾ 90 അല്ലേ, 90 പ്ലസ് എക്സ് എന്ന് കിട്ടും. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്, 90 പ്ലസ് എക്സ്. ആംഗിൾ B 90 പ്ലസ് എക്സ് കിട്ടി. ഓക്കെ അല്ലേ. ഇനി എന്താ ക്വസ്റ്റ്യൻ, ആംഗിൾ ABC എന്ന് പറയുമ്പോൾ എത്രയാണ്, 90 പ്ലസ് ABC എന്ന് പറയുമ്പോൾ 90 പ്ലസ് എക്സ് മൈനസ് ആംഗിൾ OCA എന്ന് പറയുന്നത് എക്സ് അല്ലേ. പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 90 കിട്ടി. ഹെൻസ് നമ്മൾ ഇത് എന്ത് ചെയ്തു, പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം കൂടി നോക്കാം. ഇൻ ദ ഫിഗർ CO സെന്റർ ആണ്, സർക്കിൾസ് ഇന്റർസെക്ട് B അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. APയും AQയും ഡയമീറ്റർ ആണ്. പ്രൂവ് ദാറ്റ് PBQ ആർ ദ പോയിന്റ്സ് ഓൺ സ്ട്രേറ്റ് ലൈൻ. Pയും Bയും Qയും എന്താ, സ്ട്രേറ്റ് ലൈനിലെ പോയിന്റുകളാണെന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. ഓക്കെ അല്ലേ, ഒറ്റ ഒരു ലൈനിലെ പോയിന്റുകളാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പറ്റുക നോക്കിക്കോ. നമുക്കറിയാം AP എന്ന് പറയുന്നത് എന്താ, ഡയമീറ്റർ ആണ് അല്ലേ.
AP എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡയമീറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിലേക്ക് മുട്ടിച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംഗിൾ ABP ഈക്വൽ ടു എത്രയാ? 90 ഡിഗ്രി. അതേപോലെ തന്നെ ഈ AQ എന്ന് പറയുന്ന ഡയമീറ്റർ ആണ്. അപ്പോൾ ഇതും ഇപ്പുറത്തെ സർക്കിൾ, രണ്ടാമത്തെ സർക്കിളിൽ മുട്ടുമ്പോൾ ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ AQB ഈക്വൽ ടു എത്രയാണ്? 90 ഡിഗ്രി. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളുകൾ നോക്കിക്കഴിഞ്ഞാൽ 90 + 90 അല്ലേ? 90 + 90 എന്ന് പറയുമ്പോൾ ആംഗിൾ PBQ ഈക്വൽ ടു എത്രയാ? 180 ഡിഗ്രി അല്ലേ? എപ്പോഴാ ഒരു ആംഗിൾ 180 ഡിഗ്രി ആവുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ആംഗിൾ ആണ് എന്തെന്ന് പറയാം? 180 ഡിഗ്രി എന്ന് പറയാം. അപ്പൊ ഇവരെന്താ സ്ട്രെയിറ്റ് ലൈൻ? പിയും ബിയും ക്യൂവും എന്താ? പോയിന്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, അപ്പൊ അതെന്താ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇൻ ദ ഫിഗർ O is the center of the circle. The perpendicular chords AB and CD intersect at M. P and Q are 2 points on the circle. Angle ADM is equal to 40 degree. Okay, angle ADM എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ? ഈ ഒരു ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ? വാട്ട് ഈസ് ആംഗിൾ BCD? അങ്ങനെയാണെങ്കിൽ ആംഗിൾ BCD എത്രയാ? BCD എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചോടാ. ഈ ആർക്ക് അല്ലെ, APC എന്ന് പറയുന്ന ഈ ആർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് 40 ഡിഗ്രി. ഓക്കെ അല്ലേ? APC എന്ന് പറയുന്ന ഈ ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് 40 ഡിഗ്രി. അതേ APC എന്ന് പറയുന്ന ഈ ആർക്ക് ഈ സെഗ്മെന്റിൽ തന്നെ ഉണ്ടാക്കുന്ന മറ്റൊരു ആംഗിളും എത്ര തന്നെയായിരിക്കും? ഇവിടെയും 40 ഡിഗ്രി തന്നെ ആയിരിക്കില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 40, 90, അപ്പോൾ എത്രയും 130 അല്ലേ? 130ഉം ഇനി ബാക്കി എത്രയാ? ഇവിടെ 50 വരും. ഓക്കെ അല്ലേ? അപ്പോൾ BCD എന്ന് പറഞ്ഞാൽ എത്രയാ? 50 ഡിഗ്രി. ഇനി പ്രൂവ് ദാറ്റ് ദ ആർക്സ് APC BQD joined together makes a semi circle അല്ലേ? ഈ രണ്ട് ആർക്കുകളും ഏതൊക്കെയാ? ഈ ആവശ്യമില്ലാത്തൊക്കെ മായ്ച്ചളയാണേ. ഇവിടെ 40. ഓക്കെ, ഈ രണ്ടാർക്ക് ഏതൊക്കെയാണ്? APC അല്ലേ? APC എന്ന് പറയുന്ന ഈ ആർക്കും BQD എന്ന് പറയുന്ന ഈ ആർക്കും കൂടി ജോയിൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു സെമി സർക്കിൾ കിട്ടും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട. ഓക്കെ, അപ്പം നോക്കാം. ഈ ആർക്കിൽ നിന്ന് ഞാൻ ഈ സെന്ററിലേക്ക് എന്ത് ചെയ്തു? ഒന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, ഈ ആർക്കിൽ നിന്ന് സെന്ററിലേക്ക് ജോയിൻ ചെയ്തു. എത്രയായിരിക്കും ഇവിടുത്തെ ആംഗിൾ? നമുക്കറിയാം ഈ ആർക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 40 ആണ്. അങ്ങനെയാണെങ്കിൽ സെന്റർ ആംഗിൾ അതിൻ്റെ ഡബിൾ 80 കിട്ടും. ശരിയല്ലേ? ഇനി BQD അല്ലേ? ഈ BQD എന്ന് പറയുന്ന ആർക്ക് സെൻട്രൽ ആംഗിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? BQD എന്ന് പറയുന്ന ആർക്ക് ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെന്നറിയാം. ഇവിടെ 50 ഡിഗ്രി ആണെന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സെന്ററിലേക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ 50ന്റെ ഡബിൾ ഇവിടെ 100 ആയിരിക്കൂലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഈ രണ്ട് ആർക്കിന്റെ പീസുകൾ ഞാൻ എടുക്കേണ്ട. നോക്കി, ഇത് APC ഈ ആർക്ക്. ഓക്കെ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ 80. ഇനി മറ്റേ ആർക്ക് BQD അല്ലേ? BQD എന്ന് പറയുന്ന ഈ ആർക്ക് 100 ഡിഗ്രി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇവ രണ്ടുപേരെയും കൂടി ഞാൻ ചേർത്ത് വെച്ചാൽ, ഈ രണ്ടുപേരെയും കൂടി നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ 100ഉം 80ഉം കൂടി കൂടുമ്പോൾ എത്രയാവും? 180 ഡിഗ്രി അല്ലേ? ഒരു 180 ഡിഗ്രിൻ്റെ ഒരു സാധനമല്ലേ നമുക്ക് കിട്ടുക? 180 ഡിഗ്രി എന്ന് പറയുന്ന ഒരു പീസല്ലേ നമുക്ക് കിട്ടുക? ശരിയല്ലേ? 180 ഡിഗ്രി എന്ന് പറയുന്നത് ആരുടെ സെൻട്രൽ ആംഗിളാ? സെമി സർക്കിളിലെ സെൻട്രൽ ആംഗിളാണ്. ഹെൻസ് നമ്മൾ അത് എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തിരിക്കുന്നു. 180 ഡിഗ്രി ആണ് ഇതിന്റെ സെൻട്രൽ ആംഗിൾ. അതുകൊണ്ട് ഇതെന്താ? സെമി സർക്കിൾ ആണ്. അതൊക്കെ നിങ്ങൾ ഓൺവേർഡ്സിൽ എന്ത് ചെയ്യുക? എഴുതുക. പ്രൂഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് എഴുതി വെക്കുക. ഓക്കെ അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് മക്കളെ നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇതേപോലത്തെ ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളും പ്രൂഫ് ക്വസ്റ്റ്യൻസും അതേപോലെ കൺസ്ട്രക്ഷൻസും കൂടി ഉണ്ട്. കൺസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസും പ്രൂഫിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ഒരു 5 തിയറം, നമ്മൾ ആദ്യം പറഞ്ഞ 5 തിയറംസ് നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഏതൊരു കുട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റും? സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല രീതിയിൽ ഫിഗർ ഒന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ തിയറംസും നമ്മൾ നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.